ഹലോ, എൻ്റെ പേര് ഷംസീർ. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഇമ്രാൻ സാറാണ്. അപ്പോൾ നമ്മുടെ ഇമ്രാൻ സാറിൻ്റെ സ്പീച്ച് കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുക. അപ്പോൾ മൊബൈൽ എല്ലാവരും വീഡിയോ മാക്സിമം ആളുകൾ കാണുന്ന രീതിയിൽ ഓണാക്കി വെക്കുക. പിന്നെ നിങ്ങളെ മൈക്ക മ്യൂട്ടാക്കി വെക്കാൻ സഹകരിക്കുക എല്ലാവരും. അപ്പോൾ ഇമ്രാൻ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അതിന് മുന്നേ ഇമ്രാൻ സാറിനെ പറ്റി പറയാം. ഇമ്രാൻ സാറ് നമ്മളെ കമ്പനിയിൽ ടീം കോർഡിനേറ്ററായിട്ടും TC കോർഡിനേറ്ററായിട്ടും അച്ചീവ് ചെയ്ത ആളാണ്. പിന്നെ ഒരു ടാബ് ഇപ്പോൾ അച്ചീവറാണ്. അപ്പോൾ നമുക്ക് സാറെ വെൽക്കം ചെയ്യാം. ഇമ്രാൻ സാർ, വെൽക്കം. തുടങ്ങാം. Good morning, all of you. Morning. Thank you. Yes, sir. Thank you. And the sound കേൾക്കണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. എന്തായാലും നല്ല ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഒരു പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് 2-3 വാക്കുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്കും ജീവിതത്തിലെ വലിയ ഉപകാരം ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു മെൻഡറായിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ അപ്കമിങ് നാഷണൽ ടീമിലൂടെ പ്രതീക്ഷിക്കുന്ന നമ്മളെ ഫലാഹ് ഷഫീഖ് സാർ എനിക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നെ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് മേഖല ചെയ്താലും ആ ഒരു മേഖലയ്ക്ക് എന്തുണ്ട്, അല്പസമയം പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഒരു മൗനം പ്രാർത്ഥനത്തോടെ ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്ക് തുടങ്ങാം. ഒന്നാമത് ദൈവവിശ്വാസിയുടെ ആളുകളാവാം. അപ്പോൾ ആ ഒരു ദൈവവിശ്വാസിയുടെ ആളുകൾ ഒന്നല്പസമയം പ്രാർത്ഥിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറ് പേര് എന്നെ പറഞ്ഞു, ഇമ്രാനാണ്, ബാംഗ്ലൂർ സ്വദേശിയാണ്. അപ്പോൾ ലാംഗ്വേജ് നിങ്ങൾ അത്ര മലയാളം അറിയില്ലെങ്കിലും കുറച്ച് സംഗതികളൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും തെറ്റ് കുറവുണ്ടെങ്കിൽ എന്തായാലും എന്നോട് ദേഷ്യം കാണിക്കരുത്, ക്ഷമിക്കുക. ഓക്കെ, ഒരു ID DTCയിലേക്കും ഒരു ID ടീം കോർഡിനേറ്ററും എത്തിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞു. എന്തുണ്ടെങ്കിൽ തന്നെ ശരി, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനോട് ആദ്യം നന്ദി അറിയിക്കുകയാണ്, എൻ്റെ ഉമ്മാനോടും എൻ്റെ വാപ്പാനോടും. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനീൻ്റെ ഫസ്റ്റ് ഉൽപ്പന്നങ്ങൾ എൻ്റെ കൈകൾക്ക് കിട്ടിയത് ഫ്രണ്ട്സ് ഏകദേശം ഒരു സന്ധ്യയായ സമയത്താണ് എനിക്ക് ഈ കമ്പനീൻ്റെ ഉൽപ്പന്നങ്ങൾ എൻ്റെ കൈക്ക് കിട്ടുന്നത്. ആ ഒരു 5-5:30 മണിക്കാണ് എനിക്ക് നമ്മളെ കമ്പനീൻ്റെ ഹെയർബെൽ പേസ്റ്റ് കിട്ടുന്നത്. ആ ഒരു ഹെയർബെൽ പേസ്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം എല്ലാവർക്കും എന്തുണ്ടായിരുന്നു, ഒരു വായിലെ പല്ല് വേദനയുള്ള ആൾക്കാരാണ്. അതേപോലത്തെ ഒരു വേദന എനിക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉപയോഗിച്ച സമയത്ത് വല്ലാത്തൊരു ഫീൽ ചെയ്തു, എന്തൊക്കെയോ എന്ന് തോന്നി. അപ്പോൾ ആ ഒരു പേസ്റ്റ് തന്ന ആള് എനിക്ക് കുണ്ടോട്ടിയിലെ സ്വദേശിയാണ്, അയ്യപ്പേട്ട പറഞ്ഞ ആള്. അയ്യപ്പേട്ടനോട് ഞാൻ ഒരുപാട് ഹിന്ദി ഭാഷയിൽ നന്ദി പറയുകയാണ്. ആ ഒരു പേസ്റ്റ് ഷെഫീഖ് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം ഇപ്പോൾ SPCന്ന് RTCക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം തുടക്ക സമയമായിരുന്നു. ആ ഒരു സുഹൃത്ത് ഷെഫീഖ് എൻ്റെ സുഹൃത്തായിരുന്നു. ആ ഒരു സുഹൃത്തിൻ്റെ ഉപ്പാൻ്റെ പറമ്പുണ്ടായിരുന്നു. എൻ്റെ ആ സമയത്ത് റെഡിമെയ്ഡ് ഷോപ്പ് ആയിരുന്നു എൻ്റെത്. എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിന് തൊട്ടപ്പുറത്ത് ആ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, റോഡിൻ്റെ വക്കത്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്ക് എന്തായാലും പറ്റും,
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ വാങ്ങിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തതിനു ശേഷം കാര്യങ്ങൾ എന്നും കൂടി കുറച്ച് ആ ഉപ്പാന്റെ പറമ്പിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതിന് ശേഷം ആ നമ്പർ സേവ് ചെയ്തതിനു ശേഷം അദ്ദേഹം വൈദ്യുതി ഷെഫീഖ് പറഞ്ഞ ആള് ഈ അവസരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ആ ഒരു സമയത്ത് ഈ അവസരം എന്താണ് ഞാൻ ചോദിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചിട്ട് മനസ്സിലാക്കി എടുത്ത ആളാണ് ഞാൻ. അപ്പോ സാറിനോട് ചോദിച്ച സമയത്ത് സാറിന്റെ സ്റ്റാറ്റസ് ഹെയർബെൽ പേസ്റ്റ് വെച്ചത്. എനിക്ക് ആ സാധനം വല്ലാതെ ആവശ്യമില്ലേനു. പിന്നെ ആ സാധനത്തിന് ചോദിച്ച സമയത്ത് എന്നോട് ഷെഫീഖ് പറഞ്ഞ ആൾ പറഞ്ഞു വൈദ്യുതി ഞാൻ ഇത് വന്നിട്ട് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ. അങ്ങനെ ആ ഒരു വൈലത്തൂർ ഷെഫീഖ് പറഞ്ഞ ആളെ എന്റെ ഒരുപാട് കൂട്ടം വേണ്ടി എനിക്ക് എന്റെ മൈമുന മേഡം എപ്പോൾ പോയാലും ചോറ് തിന്നാൽ മതി, ചായ കുടിച്ചാൽ മതി. ആശയ മേഡം ഇന്ന് രാത്രി ഞാൻ ഇന്നലെ രാവിലെ പോയിട്ട് രാത്രി വരുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുന്ന കലക്കടക്കാണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഉമ്മ ഒരു ബാപ്പ ഇല്ലാച്ചിട്ട് ഒരു മകൻ ഇല്ലാച്ചിട്ട് ഇവിടെ എന്താ മൈ ലൈഫിന് ഒരുപാട് ഉമ്മമാരും ബാപ്പമാരെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബഹുമാനത്തോടെ നമ്മൾ നിന്ന് പോകണം. കാരണം ഒരുപാട് ആളുകൾ നമുക്ക് എന്താണ് ഒരു ഫാമിലി ബിസിനസ് ആണ്. പങ്ങളെ സ്ഥാനത്ത് പങ്ങൾ തന്നെ കാണണം, ഉമ്മാന്റെ സ്ഥാനത്ത് ഉമ്മ തന്നെ കാണണം, ബാപ്പാന്റെ സ്ഥാനത്തുള്ള പ്രായലാക്കി ബാപ്പാന്റെ സ്ഥാനത്ത് കാണണം. ഒരു പക്ഷെ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു പോവാ, അതൊന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും സ്നേഹിക്കാൻ പറ്റുന്ന മേഖലയും ആ ഒരു മേഖല വിട്ട് കഴിഞ്ഞാൽ ആ ഒരു മേഖല എവിടെ പോലെ രക്ഷപ്പെടുക അത് ഉറപ്പിച്ച് പറയും. മൈലി കുട്ടികൾ രക്ഷപ്പെടാൻ ആഗ്രഹമില്ല. എന്തായാലും ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മൈലൈഫിൽ തന്നെ വാങ്ങാൻ സാധിച്ചു. എത്തിക്കുന്നില്ല മൈലൈഫിന് അത് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് ലീഡേഴ്സ് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. കാണുന്ന സമയത്ത് ഇത് എന്നെ കത്തിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത അതിപ്പോ എനിക്ക് സാധിക്കും. ഗോൾ സെറ്റ് ചെയ്യാം. ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകണം. ഈ ടീച്ചർ സമയത്ത് തന്നെ ഹലോ, താങ്ക് യു സാർ. വളരെ നമ്മുടെ സാറിൻ്റെ മീറ്റിംഗ് എല്ലാവരും കേട്ടല്ലോ അല്ലേ? അപ്പോൾ റിവ്യൂ പറയാനുള്ള സമയമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അതിന് തയ്യാറാളുകൾ പെട്ടെന്ന് വന്നിട്ട് റിവ്യൂ പറയാം. സാറേ, ഇമ്രാൻ സാർ ഇമ്രാൻ സാറ് ഈ ഒരു മീറ്റിംഗിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. നമ്മളിപ്പോ ഈ മോർണിംഗ് തുടങ്ങി കുറെ, പക്ഷെ ഒരു കോമഡിയും അതേപോലെ തന്നെ അതിന്റെ അകത്ത് ട്രാജഡിയും അതിന്റെ എല്ലാ സാറുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുന്നത്. ഇമ്രാൻ സാറ് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. നന്ദിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ നിറകൂടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും ഇമ്രാൻ സാറ് അത് കാണിക്കാറുണ്ട്. സത്യത്തില് ഇതിവിടെ പറയാൻ പറ്റുമല്ലോ എന്നുള്ള എനിക്കറിയില്ല. കേരളത്തിന്റെ പുറത്തുള്ള ആളുകളാണ് ഇതിൽ നന്ദിയുള്ള ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കർണാടകയുള്ള ആളുകൾ ഭയങ്കര ബഹുമാനവും നന്ദി. മലയാളികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പൊ എന്തായാലും കേരളത്തിലല്ലെങ്കിലും കേരളത്തിലേക്ക് വന്ന് ചേക്കേറിയിട്ട് ഇന്ന് കേരളക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷനും ഈ രീതിയിലുള്ള ഒരു മെമ്പർ ആവാൻ കഴിയുന്നത് അത് വലിയൊരു അവസരം തന്നെയാണ്. ആ ഒരു അവസരത്തിൽ ഈ കൈകൊണ്ടുള്ള നമ്മുടെ ഷെഫീഖ് അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഓൺലൈൻ ലീഡേഴ്സിനൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. എന്തായാലും സാർ ഈ ജീവിതത്തില് ITC എന്ന് പറയുന്ന തരത്തിൽ എത്താനുള്ള ആളാണ്. ഞാനൊരു പക്ഷേ ITC ഇമ്രാൻ സാർ എത്തുമെന്ന് മാത്രമേ എന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുള്ളൂ. എന്തായാലും എല്ലാ ഭാവങ്ങളും നേടിയാണ് ഇമ്രാൻ സാറെ അടിപൊളിയായിട്ടുള്ള വളരെ പച്ചയായിട്ടുള്ള ഒരുപാട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനമായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ആൾ കടന്നു വരാം. ഇതായതാണ്. എന്തായാലും ഒരുപാട് നന്ദി അടിക്കുന്നു. എല്ലാ ഫാമിലി പക്ഷെ നന്ദി അടിക്കാന് ഇതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് സാർ. ഇപ്പോ നിൽക്കുന്ന ഈ ഭരണപാലയിലേക്ക് നടന്നു വന്ന ഒരുപാട് കല്ലും മുള്ളും ചവിട്ടി വഴിയോടെ സഞ്ചരിച്ച കാര്യങ്ങൾ പറഞ്ഞ് വളരെ വ്യക്തമാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അത് തരണം ചെയ്ത രീതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ നല്ലൊരു ഇതായിരുന്നു. ഓരോ വിജയിക്കുന്നതോറും അതിന് പിന്നിൽ വരുന്ന
സങ്കട നിമിഷങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നു സാറ്. വളരെ സന്തോഷം. താങ്ക് യു സാർ. ഇമ്രാൻ സാറിനെ കൊണ്ട് പറയാന് താങ്ക് യു. പറഞ്ഞോളൂ സക്കീന മാഡം പറഞ്ഞോളൂ. ഇമ്രാൻ സാറിനെ കൊണ്ട് പറയാൻ വാക്കുകളില്ല. ഏത് സമയവും ഏത് മീറ്റിങ്ങിൽ വന്നാലും ഇമ്രാൻ സാറ് എപ്പോഴും ചിരിച്ചു കൊണ്ടാണ്. അതന്നെ ഒരു മനുഷ്യന് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു സംഭവം. മുഖത്ത് ചിരി വരിക എന്നുള്ളത്. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ആ വർത്താനം ഉണ്ടല്ലോ, ചെറിയൊരു പൈതം മക്കളൊരു സംസാരമാണ് ഇമ്രാൻ സാറിന്. പിന്നെ എന്ത് വിഷമം വന്നിട്ട് ഇമ്രാൻ സാറ് പിടിച്ചു നിന്ന്. ഇമ്രാൻ സാറിന് പക്ഷെ എനിക്ക് സത്യം പറയാൻ ഇമ്രാൻ സാറ് സംസാരം കേട്ടാൽ കരഞ്ഞിട്ട് എന്താ പറയുക, ഭയങ്കര കരച്ചിലാ വന്നത്. എന്നുവെച്ചാൽ എത്ര വിഷമം വന്നിട്ട് നമ്മളെ ഫാമിലിയിൽ തന്നെ സന്തോഷമില്ലെങ്കിൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. ഫാമിലി സപ്പോർട്ട് വേണം. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക്. പിന്നെ ഫാമിലിനൊക്കെ മറന്നിട്ടും ഇമ്രാൻ സാറ് മനസ്സിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാണ്ട് ഈ ബിസിനസ് പിടിച്ചു നിന്ന് എന്ത് വിഷമം വന്നാലും ഫാമിലിയിൽ നിന്ന് ആയിക്കോട്ടെ, ഉമ്മാന്റെ ആയിക്കോട്ടെ, എല്ലാം മരണോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇമ്രാൻ സാറ് പിടിച്ചെന്ന്. എനിക്ക് സത്യം പറഞ്ഞ ഇമ്രാൻ സാറിനെ കാണുമ്പോൾ ചെറിയൊരു എന്താ പറയാ, ഞാനെപ്പോ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ തോണ്ടിക്കൊണ്ടിരിക്കും ഇമ്രാൻ സാർ പറഞ്ഞതുകൊണ്ട്. പക്ഷെ സംസാരം ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു നിഷ്കളങ്കം ഇല്ലാത്തൊരു സംസാരം സംസാരിച്ച് ഒന്നും ഉള്ളിൽ വെച്ചിട്ടില്ല. ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. നമ്മളോട് പറഞ്ഞിരുന്ന എന്താ വെച്ചാൽ എത്ര ഇതുണ്ടെങ്കിലും പിടിച്ചു നിക്കണോന്നാ പറഞ്ഞെ സാറ്. എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും പിടിച്ചു നിന്ന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന്. ഇമ്രാൻ സാർ എന്താ വെച്ചാല് വളരെ പാവം, എന്താ പറയാ, പഠിച്ചവനയിൽ നല്ല നല്ല നേട്ടങ്ങൾ കൊടുത്ത് നല്ല നല്ല ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിക്കാണ്. എന്താ പറയാ, എന്താ പറയാ, എന്തോ ഒരു ഇഷ്ടമാണ് ഇമ്രാൻ സാറിനോട്. എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് സാർ. എല്ലാവരോടും ഒരു ചിരിച്ചുകൊണ്ട് ചിരിയാണ് നമ്മളെ ബിസിനസ്സിൽ വേണ്ടിയത്. നമ്മൾ മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യം നടക്കൂല. ചിരിച്ച് സംസാരിക്കണം. അത് നമുക്ക് ഏറ്റവും വേണ്ട. ഇമ്രാൻ സാറിന് നല്ല നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ. സപ്പോർട്ട് ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സംസീർ. ഞാൻ മലപ്പുറമാണ്. ഇമ്രാൻ സാറിൻ്റെ തൊട്ട് അയൽവാസിയൊക്കെ ആയിട്ട് ആണ്. ഒരു 3-4 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഇമ്രാൻ സാറാണ് നമ്മളെ ടീം ലീഡർ. മെയിനായിട്ട് നമ്മളെ ഇതിൽ ബിസിനസ് അവസരം നമ്മളെ വീട്ടിൽ വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരികയും 2-3 മീറ്റ് പങ്കെടുക്കുകയും അതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് കുറച്ച് വാങ്ങുകയും ചെയ്തു. വീട്ടിലാവശ്യമുള്ള ഉമ്മാക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കയ്യിന് തോലുകളുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ നിന്നൊരു വാക്സിലിൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ, അത് ഉപയോഗിക്കുന്നുണ്ട് ഉമ്മ. അത് നല്ല മാറ്റമുണ്ട്. അതുപോലെ പിന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ആ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഓണാനോൻ്റെ നല്ല പല്ല് വേദന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങളുണ്ട്. പിന്നെ നമുക്ക് അലർജി സംബന്ധമായിട്ട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കവചപ്രാസ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല, നമ്മളെ ഇതിലിപ്പോൾ ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ ഈ പ്രോഡക്റ്റിന് ഒരു ദൈവകാരുണ്യം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാം. അത് സത്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ആ പ്രോഡക്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് സജഷൻ ചെയ്യണ മുന്നേ നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഫലം കിട്ടുമ്പോൾ നമുക്കത് മനസ്സിൽ അത് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. എന്നിട്ട് നമുക്ക് മറ്റുള്ളവരോട് ബിസിനസ് പറയുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് പെട്ടെന്ന് അവർക്ക് കൈമാറാനൊക്കെ സാധിക്കും. അതേപോലെ ഇത്രയും കുറച്ചേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ ബിസിനസ്സിൽ വന്നിട്ട്. ഏകദേശം ഒരു 2-3 മാസമായിട്ടുള്ളൂ. കുറേ അച്ചീവ്മെൻ്റൊക്കെ എടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണ്. അതിനും കൂടെ സൈഡായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഫുൾ ടൈമായിട്ട് നമുക്ക് സമയം കിട്ടുന്ന രീതിയിലൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്രാൻ സാറുമായിട്ട് അത് സംസാരിച്ച് അതിൻ്റെ സോൾവ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ടീമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. അവരെ ടീം വളരാൻ ഒക്കെ സഹായിക്കാനൊക്കെ ഇമ്രാൻ സാർ മുഖേന എല്ലാ സംശയങ്ങളും തീർത്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ MC കൈകാര്യം ചെയ്യാൻ നമ്മളെ ഈ ഇതിൽ കൊണ്ടുവന്ന വ്യക്തികളായ ഇമ്രാൻ സാറും അതുപോലെ സുമേഷ് സാറ്, സെഫിക് സാറ്, ഇവർക്കൊക്കെ എൻ്റെ ഹൃദയം ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് ഞാനിവിടെ പാലായി സെഫീഖ് നമ്മളെ മെൻറ്ററായ സ്വാഗതം ചെയ്യുകയാണ്. സെഫീഖ് സാർ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. സെഫീഖ് സാർ. ഓക്കെ, ബൈജു സാറേ വൈൻഡപ്പ് ചെയ്യണോ? ആ ഓക്കെ കാരണം തോന്നുന്നു. ഏതായാലും വളരെയധികം സന്തോഷം ഇന്ന് ഏതായാലും വൈൻഡപ്പ് ചെയ്യാനൊരു അവസരം കിട്ടിയതിൽ. കാരണം നമ്മളെ
കൂട്ടിലെ പുലിയാണ് നമ്മൾ ഇറക്കിയത്. നമ്മൾ ഓരോരോ ആളുകളെ ഇറക്കല്ലോ ഓരോരോ സമയത്തിലെ. ഒരു കോച്ചിന്റെ പ്രധാന കടമ ഒരു ഫുട്ബോൾ കളിയിൽ ഇന്ന സമയത്ത് ഇന്ന ആളെ ഇറക്കല. അപ്പൊ ഇന്ന് ഇമ്രാൻ സാർ ഇറക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ രണ്ടാളെ വലിച്ചിട്ടാണ് ഇന്ന് ഇറക്കിയത്. അപ്പൊ ഏതായാലും അടിപൊളി സാറേ, ഒന്നും പറയാനില്ല. ഇമ്രാൻ സാറെ എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ നമ്മൾ വെറുതെ പൊക്കി പറയാന്നൊക്കെ വിചാരിക്കും. സാറിനെ പറഞ്ഞു, ഞാൻ പറയാനുള്ള കുറെ കാര്യങ്ങൾ സാറിനെ പറഞ്ഞു. എന്റെ ടീമില് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിലുള്ള ആളുകളാണെങ്കിലും ഒരു പക്ഷേ ഞാൻ പോലും എന്ന് പറയുന്ന രീതിയിൽ അതിനേക്കാളൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ. കാരണം ഈ ബിസിനസ്സിന് അത്രയും ആത്മാർത്ഥമായിട്ട് എവിടെയും ഓടി നടക്കാൻ മടിയില്ലാതെ ചെയ്ത്, നേരത്തെ പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോയിട്ട് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കടന്നുറങ്ങി അവിടെ എണീച്ചിട്ട് വീണ്ടും കോഴിക്കോടേക്ക് ട്രെയിൻ കയറി GTS വരാന്ന് പറഞ്ഞാൽ അതിനെ വട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് വേറെ എന്തോ വിളിക്കണം. അത് കടയിൽ കാണുന്ന ആളുകൾക്ക് അങ്ങനെ. പക്ഷെ അത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഗതി ലഹരിയായി പോയി. നമ്മളെ ബ്ലഡിലേക്ക് അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞ് എനിക്ക് മാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഓടി നടക്കുന്നത്, എന്റെ കൂടെ ഉള്ള ആളുകൾക്കും പാടെ നേട്ടം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഇമ്രാൻ സാർ ഓടി നടക്കുന്നത് അല്ലെ. അതിൽ കുറെ കാര്യങ്ങൾ ഇമ്രാൻ സാർ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല് ഒന്നും പറയാനുള്ളത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ഉള്ളിൽ ഒളിപ്പിക്കാൻ കഴിയില്ല. ആ സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആ ചട്ടി ചൂടായ പിന്നെ പറയണ്ട, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കാരണം വെച്ചാൽ ഒരുപാട് വേദനകൾ